ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർ അത്രയും ഹൈറ്റിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോ മറ്റേ തല ഇറങ്ങുന്ന മാതിരിയൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബാണ ഹിൽസ് പോവുകയാണ്. അപ്പോൾ ഒരു 7:50-ക്കാണ് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ആൾ വരിക. നമ്മളിത് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേഗം തന്നെ പോവാണ്. എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. കാരണം ഏർലി മോർണിംഗ് നമ്മൾ ബാണ ഹിൽസിൽ പോയാൽ മാത്രമേ നമുക്ക് ഒരു അത്ര ക്രൗഡ് ഇല്ലാതെ നമുക്ക് കുറച്ച് കോണ്ടന്റ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്ത ഏജൻറ്റ് നമ്മളെ 7:50-ക്കാണ് പിക്ക് ചെയ്യാൻ തന്നെ വരുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹായ്, നമ്മുടെ പിക്കപ്പ് വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ബാണ ഹിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ടെന്നാണ് അജയ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ. നമ്മളിതേ ബാണ ഹിൽസിലെത്തി. ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഗൈഡ് മുന്നിൽ കൊടിയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ആട്ടിൻകുട്ടികളെ പോലെ നമ്മൾ മേയിച്ചുകൊണ്ട് പോവുകയാണ്. എങ്ങാനും ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മിസ്സായി പോയാൽ അജയ് ആകെ വിഷമത്തിലാണ്. കാരണം ഇവിടെ മിനിമം ഒരു 6:30-ക്കെങ്കിലും എത്തണം എന്നായിരുന്നു അജയുടെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് 9:30-ക്കാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മറ്റേ ഉത്സവപ്പറമ്പിലുള്ള ആൾക്കാരെ പോലെയാണ്. നമ്മുടെ ടൂർ ഗൈഡ് ഇതേ കൊടിയൊക്കെ പിടിച്ചിട്ട് ഇവിടുന്ന് കുറെ എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്. ഹാരി പോട്ടറിന്റെ ടീം ഗ്രിഫിൻഡോറിന്റെ ഫ്ലാഗ് ഒക്കെ വെച്ചാണ്. പുള്ളിക്കാരൻ നമുക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മളെടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും വഴിതെറ്റി പോകും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്സ്. ഇന്നത്തെ ഫുൾ ഡേ ട്രിപ്പിന്റെ നമ്മുടെ ടിക്കറ്റ്സ് ആണിത്. ഇവരെല്ലാവരും ബാണ ഹിൽസ് കാണാൻ വേണ്ടി പോവാണ്. ഒരു ദിവസം 10,000 ആൾക്കാരെങ്കിലും ബാണ ഹിൽസ് കാണാൻ വരുന്നതാണ് ഇവരുടെ ഒരു കണക്ക് പ്രകാരം ഇവർ പറയുന്നത്. ഇത് മൊത്തം കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അവിടെയാണ് കേബിൾ കാർ ഉള്ളത്. ഒരു മണിക്കൂർ നീണ്ട ക്യൂ നിന്നിട്ട് നമ്മളിത് കേബിൾ കാറിൽ കയറിയിട്ട് ബാണ ഹിൽസിലേക്ക് പോവാണ്. ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഹിൽസിലേക്ക് കയറി പോകുന്ന ഭയങ്കര നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് എത്ര ഫീറ്റ് ആണെന്നുള്ള എനിക്കറിയില്ല. താഴത്തേക്ക് നോക്കുമ്പോൾ മറ്റേ തല ഇറങ്ങുന്ന മാതിരിയൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. 1 മണിക്കൂർ അവിടെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഈ കേബിൾ കാറിൽ കയറുന്നത്. അപ്പോൾ ഇവിടെ കയറി ആ വിഷമൊക്കെ മാറി എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഹൈറ്റ് കേട്ടോ. ഇത് എനിക്കൊന്ന് സീ ലെവൽ എത്ര ഹൈറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടൊന്നോ സ്റ്റാർട്ട് ചെയ്ത് ഒരു മല കയറി, പിന്നെ ഇവിടെ പിന്നെയും കയറി, ഇനി അടുത്ത വേറെ കയറാൻ പോവാ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ക്യൂ നിന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്നുള്ളത്. കാരണം ബാണ ഹിൽസ് അവിടെ എങ്ങനെയാന്നുള്ള അറിയത്തില്ല. പക്ഷെ ഈ ഒരു കേബിൾ കാർ, ഇതിന്റെ മുന്നേ 2 കേബിൾ കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഹൈറ്റും ചെവിക്കടങ്ങി രക്ഷയില്ല. അവർക്ക് കിട്ടില്ലാണ്. നമുക്ക് ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ വേണ്ടിയിട്ടല്ല, നമുക്ക് ജസ്റ്റ് ആ എക്സ്പീരിയൻസ് ഇങ്ങനെ താഴത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഒരു എന്താ, നമ്മള് ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർ അത്രയും ഹൈറ്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഗൈഡ് ഇതേ കൊടിയും പിടിച്ച് നടപ്പുണ്ട്. ഇവിടെ അജയുടെ ഇൻസ്റ്റാ 360 ഉണ്ട്. ഇവിടെ എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സും ഇതുപോലെ ഒരു കൊടിയും പിടിച്ചാണ് നടക്കുന്നത്. വേറൊരു ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടെ. കാരണം അത്രയ്ക്കും ക്രൗഡ് ഉള്ളതുകൊണ്ട് നമ്മൾ വഴിതെറ്റി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഭാഷയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ കൂടുതലും വിയറ്റ്നാമീസ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗൈഡ് എപ്പോഴും ഇങ്ങനെ കൊടിയും പിടിച്ചിട്ടാണ് ഫ്രണ്ടിൽ നടക്കുക. ഇപ്പം ഞാനിത് നമ്മുടെ ടൂർ ഗൈഡിൻ്റെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചിട്ടുണ്ട്. കൊടിയെടുത്ത് നടക്കുവാണ്. എല്ലാ കുഞ്ഞാടുകളും എൻ്റെ പുറകെയാണ് വരുന്നത്. ഞാൻ ഇവിടെ തീരെ ചൂടില്ല, ഇവിടെ നല്ല തണുപ്പ്. Follow me. Everybody follow me.
നല്ല ദാഹമുണ്ട്. ഇവിടെ നല്ല അടിപൊളി കരിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കരിക്ക് കുടിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? ഒരെണ്ണോടെ മേടിക്കാം. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഇവിടെ കോക്കനട്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, മേടിക്കാം. നല്ല സുഖമുണ്ട് ഇത് കുടിക്കുമ്പോൾ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇതേ നമ്മളിവിടെ ഒരു തൊപ്പി മേടിക്കാൻ വന്നാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ഹാറ്റ് നീ 2 എടുത്താ? ഇത് പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഫ്രെയിമാണ് കേട്ടോ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഫ്രെയിമാണ്. നമ്മളിതേ അടുത്ത് ഇവിടുന്ന് ഇതേ ഒരു ഫോട്ടോ വീഡിയോ എടുക്കാൻ പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഫുള്ള് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കിഡിലൻ ഫ്രെയിമും ഭയങ്കര ലൈറ്റും ഒക്കെയാണ്. അജയ് ഇൻസ്റ്റാ 360 എടുത്ത് വരുന്നുണ്ട്. നമ്മളിത് ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇന്ത്യൻ ഫുഡാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം. അയ്യോ ഇപ്പം നല്ല വെയിൽ വരുന്നുണ്ട്, ചൂടൊക്കെ ഉണ്ട്. എന്താണ്? യെസ്, വിയറ്റ്നാമീസ് പ്ലസ് ഇന്ത്യൻ ക്വിസീൻ ആണ്. നമ്മുടെ ടിക്കറ്റ്സ് നമ്മളിതാ ഇവിടെ ഫുഡിൻ്റെ ടിക്കറ്റ്സ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. 2-3 കാര്യമുണ്ട്. ആദ്യം സീറ്റ് ഇരിക്കുക, ഫുഡ് എടുക്കുമ്പോഴത്തേക്കും ടേക്ക് വാട്ട് യു വാണ്ട്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. If you waste food, you will be charged extra. Plus, don't touch your food with your hand. അല്ലാണ്ട് എടുക്കും. അവിടെ ഓരോ കാര്യങ്ങൾ കുറേ റൂൾസ് ഒക്കെ ഉണ്ടല്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇത് ഹൈജീനിന് വേണ്ടിയിട്ടും ഫുഡ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ല കാര്യം. ഇവിടെ ഫുഡ് വരുന്നത് ബുഫേ ആണ്. വിയറ്റ്നാമീസ് ഡിഷും ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഡിഷസും ഉണ്ട്. സൗത്ത് ഇന്ത്യനും അതേപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കടലക്കറി, അതേപോലെ ചിക്കൻ മസാല, പിന്നെ ബട്ടർ മിൽക്ക് ഇതെല്ലാം ഉണ്ടാവുന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും എനിക്ക് ബാണ ഹിൽസിൽ വന്നിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തത് ഇവിടുത്തെ ഫുഡാണ്. നമ്പർ ഓഫ് വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് ഇന്ത്യക്കാരും ഇവിടെ വരാറുണ്ട്. കാരണം വിയറ്റ്നാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാണ ഹിൽസും അതേപോലെ ഗോൾഡൻ ബ്രിഡ്ജും എല്ലാം. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത്. ഇതിവിടെ കിട്ടുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ല. അജയുടെ ഗ്രാൻഡ്മ തന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചത്. പൊന്നമ്മ തന്നപ്പോഴായിരുന്നു. രക്ഷയില്ല, എന്തൊക്കെ ഇഷ്ടം പറയാതെ കണ്ട പഞ്ചസാര ഇട്ട് കഴിക്കണം. അങ്ങനെ നമ്മുടെ ലഞ്ചും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല കിടിലൻ ലഞ്ച് ആയിരുന്നു. എല്ലാ ടൈപ്പ് ഓഫ് ക്വിസീനും ഉണ്ടായിരുന്നു അവിടെ. ഇന്ത്യൻ ക്വിസീനും വിയറ്റ്നാമീസ് ക്വിസീനും വീഗനും ജെയിനും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും ഉണ്ടായിരുന്നു. ഞാൻ ഓടി നടന്ന് കഴിക്കുകയായിരുന്നു. ബാണ ഹിൽസ് കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി സ്ഥലം തന്നെയാണ്, എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഫ്രെയിമാണ്. എവിടെ ഏത് ഏരിയയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഫ്രെയിമാണ്. ഇത്രയും ക്രൗഡ്, അതായത് ഒരു ദിവസം ഇവിടെ ഒരു 10,000+ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. ഇത്ര ആൾക്കാർ വന്നിട്ടാണെങ്കിലും ഈ പ്ലേസ് ഒക്കെ ഭയങ്കര നീറ്റായിട്ടാണ് ഇവർ സൂക്ഷിക്കുന്നത്. എവിടെയും പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഈവൻ ഫുഡാണെങ്കിലും അടിപൊളി ഡിഷസ് ആണ്. എല്ലാ ഡിഷും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് മൗണ്ടെയിനിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത്. അവിടേക്ക് പോകണം. 5 o'clock വരെ നമ്മളിവിടെ ബാണ ഹിൽസ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ലഞ്ചിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് ക്രൗഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ശരിക്കും വർത്ത് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇത്രയും ക്രൗഡ് ഉള്ളത്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്ന് ദേ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വൈറ്റും അതേപോലെ ബ്ലൂ കളറും വരുമ്പോൾ അടിപൊളിയാണ്. അയ്യോ അങ്ങോട്ടേക്കൊക്കെ നോക്ക്, ഇവിടെയൊക്കെ കിട്ടില്ല സ്ഥലം. ആൾക്കാരൊക്കെ ലഞ്ച് കഴിക്കാൻ പോയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ ഇങ്ങോട്ടേക്കൊക്കെ ആൾക്കാർ നടന്നെത്താത്തതാണോ എന്നറിയത്തില്ല. ഇത് ഒത്തിരി ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഇതൊക്കെ. ആൾക്കാർ നടന്ന് ക്ഷീണിച്ചിട്ടാന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് വിശ്രമിക്കുന്നുണ്ട്. ഞാനും കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ടും കുറേ നേരം നടന്നപ്പോഴത്തേക്ക് എനിക്ക് വയറൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കുകയാണ്. 2:30 ആകുമ്പോഴാണ് നമ്മുടെ ഗൈഡ്, നമ്മുടെ ഒരു പോയിന്റ് ഉണ്ട്
അവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞ്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ ബാണ ഹിൽസ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ നേരം അവിടെ ക്യൂ നിന്നപ്പോഴത്തേക്കും എനിക്ക് ആകെ ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ഭയങ്കര ക്രൗഡും കുറേ നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു. ഭയങ്കര ചൂടൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം പ്രത്യേകിച്ച് ആ കേബിൾ കാർമ കയറി ഇവിടെ എത്തിയപ്പോൾ തൊട്ട് കാര്യം ഫുള്ള് എന്താ പറയുക വേറൊരു രീതിയിലാണ്. ഭയങ്കര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അജയ് ഇതേ ഓടി നടന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയാണ്. അയ്യോ പോരുന്നോ കുറച്ചു നേരം ഇരിക്കാൻ? അജയ് കുറേ നേരം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നു ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇത്രയും നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്ത് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? കാരണം കാറ്റ് ഓ ഇവിടെ മറ്റേ നമ്മള് കാശ്മീരൊക്കെ പോയ മാതിരി ഇവിടുത്തെ ക്ലൗഡൊക്കെ ഭയങ്കര സൂപ്പറാണ്. പോലെ ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ ഈ വ്ളോഗിന്റെ തുടക്കത്തിൽ. കാരണം അവിടെ അത്രയും ക്രൗഡിനെ കണ്ടപ്പം ഞങ്ങൾ ശരിക്കും ഭയങ്കര അങ്ങ് ഡെഡായി പോയ അവസ്ഥയായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ഒരുപാട് ക്രൗഡ് ഉണ്ട് ഇവിടെ ഇപ്പോഴും, പക്ഷെ എന്നാലും അടിപൊളി ഫീലാണ്. ഈവൻ ഡ്രോണിന്റെ കാര്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളങ്ങനെ സെക്യൂരിറ്റി ഗാർഡിനെയോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പം സാധാരണ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സോ അല്ലെങ്കിൽ അത് തൊടാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല എന്ന് അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻ തരാൻ ആരെങ്കിലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആരുമില്ല. ഫുൾ ഫ്രീ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. എത്ര നേരം വേണമെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രോണിൻ്റെ കാര്യം ചോദിക്കാനാണെങ്കിലും ഇവിടെ ആരും ഇല്ല. ആക്ച്വലി ഇവിടെ 8 o'clock ഓപ്പൺ ആകും. അപ്പം നമുക്ക് ഏർലി മോർണിംഗ് ഒരു 6:30 റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. 30 kilometers ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ബാണ ഹിൽസിലേക്ക് 30 kilometers ഉണ്ട്. അപ്പം അവിടുന്ന് നമുക്കൊരു 1 hour ഡ്രൈവ് എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മളൊരു ഏർലി മോർണിംഗ് ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 7:30 7:45 ആകുമ്പം 8 o'clock ഓപ്പൺ ആകുമ്പം തന്നെ നമുക്ക് ഇവിടെ കയറാൻ പറ്റും. പക്ഷേ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ വരുമ്പോൾ നമുക്കത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുള്ളത് ഡൗട്ടാണ്. കാരണം നമ്മുടെ കൂടെ തന്നെ വേറെയും കുറേ ഫാമിലീസ് ഉണ്ട്. നമ്മൾ ടോട്ടൽ 9 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരും ഓരോ പോയിന്റിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ഫൈനലി ഇവിടെ ബാണ ഹിൽസിൽ എത്തുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഭയങ്കര ക്രൗഡാണ്. ഭയങ്കര ക്രൗഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ക്രൗഡാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയാണ്, അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ടൂർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ കൊടി പിടിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം വഴിതെറ്റി പോകാൻ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വഴിതെറ്റി പോകാനൊക്കെ നല്ല ചാൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ചുകൂടി നമുക്ക് കാരണം ക്രൗഡ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു എന്താ പറയുക സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അജയ് ആരെടയ്ക്കോ ചോദിക്കുന്നുണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫൈനലി അജയ് ഇതേ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡ്രോൺ ഊട്ട് എന്തേ അവിടെ റെഡി ആയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ റിസ്ക് ഒക്കെ നമ്മൾ എടുക്കണം. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടില്ലേ ശരിയാവില്ല. നമ്മളിപ്പം ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. നമ്മുടെ ടൂർ ഓപ്പറേറ്റർ മുന്നിൽ കൊടിയും പിടിച്ച് പോകുന്നുണ്ട്. ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് നമ്മൾ പോകുന്നത് വേറെ കേബിൾ കാർ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഗൈഡ് ഇതേ കൊടി പിടിച്ച് പോകുന്നുണ്ട്. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. കുറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്കാണ് കൂടുതൽ ഷോട്ട്സ് എടുത്തത്. ഇതാണ് ഇവിടുത്തെ ഫ്ലവർ ഗാർഡൻ. ഗോൾഡൻ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സും ഫുള്ളൊരു ഗ്രീനറി ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. പിന്നെ വെയിൽ കുറച്ച് കുറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്ങോട്ട് നോക്കിയാലും ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അജയ് ദേ ഇവിടെയുള്ള ഒരു പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കുവാണ്. ആ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അവൻ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തായിരുന്നു.
Instagram? ഫ്ലവർ ഗാർഡൻ അങ്ങനെ ഒരു എന്താ പറയുക മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനെക്കാട്ടും നല്ല അടിപൊളി ഫ്ലവർ ഗാർഡൻ നമ്മൾ ജലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പക്ഷേ വൈനൊന്നും കുടിക്കാൻ പോയില്ല, വൈനൊന്നും ടേസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. പക്ഷേ വൈനിൻ്റെ അവിടെ കുറച്ച് ഗേൾസ് നിൽപ്പുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം അതിൽ നല്ല അതെ ശരിക്കും നല്ല പാവക്കുട്ടികളെ പോലെ ഉണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. അവർ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വൈൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വരെ ഞങ്ങൾ ആ കുട്ടികളുടെ കൂടെ, കുട്ടികളല്ല ഒരു കുട്ടിയുടെ കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അജയ് മറ്റേ ഫോട്ടോഗ്രാഫി മറ്റേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനതിൻ്റെ BTSും കാര്യങ്ങളൊക്കെ എടുത്തു. പൊതുവേ ഇപ്പോഴത്തെ ഈ ഓട്ടത്തിൽ അങ്ങനെ വൈനൊന്നും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ബാണ ഹിൽസിൽ വരുവാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജും അതേപോലെ നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലത്തിൻ്റെ പേരെന്താണ്, ഡിസ്നിലാൻഡ് പോലെയുള്ളൊരു സ്ഥലം, ആ 2 സ്ഥലമാണ് ശരിക്കും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവരുടെ ഫുഡും. ഫ്ലവർ ഗാർഡൻ ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് അഥവാ മിസ്സായി പോവുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിനെക്കാട്ടും നല്ല ഫ്ലവർ ഗാർഡൻ ഡലത്തിലാണുള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിത് കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണ് തെങ്ങ് കൂടുതലുള്ളത്. തായ്ലാൻഡിലും വിയറ്റ്നാമിലും വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ബനാന ബീച്ച് അതെ ഇവിടുത്തെ കരിക്കാണ് കരിക്ക്. ഇവിടെ ഇവര് ടെൻഡർ എന്നല്ല പറയാ, ഇവിടെ എല്ലാത്തിനും കോക്കനട്ടാണ്. ഇവിടെ മൊത്തത്തിൽ കോക്കനട്ടാണ്. പിന്നെ ആകെയുള്ളൊരു സങ്കടം നമ്മുടെ നാട്ടിലത്തെ മാതിരി ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് തരത്തില്ല അവര്. അത് മാത്രമേ ഒരു വിഷമം. കട്ട് ചെയ്ത് തരുന്നുണ്ടോ? ചില സ്ഥലത്തൊന്നും കട്ട് ചെയ്ത് തരാറില്ല. നമ്മൾ തിരിച്ച് ട്രെയിനിലാണ് പോകുന്നത്. അതിനുള്ള തിരക്കാണ് ഇത് മൊത്തം. ഇത്രയും ആൾക്കാരുണ്ട്. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. നമ്മളേതോ ലാസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.